അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ലേഡിബേഡ് എന്ന് വിളിക്കുന്ന ലേഡിബഗിന്റെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വണ്ടുകളുടെ ഇനത്തിൽപ്പെട്ട ലേഡിബഗ് ശാസ്ത്രീയമായി കൊക്കിനെല്ലിഡേ എന്നു അറിയപ്പെടുന്നു. മറ്റുള്ള വണ്ട് ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭംഗിയുള്ള നിറത്തോടുകൂടിയ ഇവ കൃഷിയിൽ വളരെ ഉപകാരപ്രദമായ പ്രാണിയാണ്. ഹാനികരമായ കീടങ്ങളെ ഭക്ഷിക്കുന്നതിലൂടെ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഇവയെ ഭാഗ്യത്തിന്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇവയെ എന്താണ് വിളിക്കുന്നതെന്ന് കമന്റ് ചെയ്യുമല്ലോ. ലേഡിബഗുകൾ ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ വണ്ടുകളാണ്. ഈ പാറ്റേണുകൾ ഒരു പ്രതിരോധ സംവിധാനമായി വർത്തിക്കുന്നു. വേട്ടക്കാർക്ക് അവയുടെ വിഷാംശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണയായി 1 മുതൽ 10 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ശക്തമായ ചിറകുകൾ അവരുടെ സംരക്ഷണ ഷെല്ലിന് കീഴിൽ ഉണ്ട്. ഭക്ഷണ സ്രോതസ്സുകളെയോ ഇണകളെയോ തേടി വേഗത്തിൽ സഞ്ചരിക്കാൻ ഇത് അവരെ പ്രാപ്തരാക്കുന്നു. ലേഡിബഗുകളുടെ ശരീരഘടനയിൽ 6 കാലുകൾ, 2 ആന്റിനകൾ, സംയുക്ത കണ്ണുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് അവരുടെ ചുറ്റുപാടുകളെ ഫലപ്രദമായി മനസ്സിലാക്കാൻ അനുവദിക്കുന്നു. പ്രായപൂർത്തിയായ പെൺവണ്ടുകൾ പുരുഷന്മാരേക്കാൾ അല്പം വലുതായിരിക്കും. താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള അവയുടെ ശരീരം അവർക്ക് വേഗതയും സംരക്ഷണവും നൽകുന്നു. വണ്ടുകൾ ആയതിനാൽ അവയ്ക്ക് കടുപ്പമേറിയതും ഓവർലാപ്പ് ചെയ്യാത്തതുമായ മുൻചിറകുകളുണ്ട്. അവ എലിട്ര എന്നറിയപ്പെടുന്നു. ഇത് പ്രാണികൾ പറക്കാത്തപ്പോൾ കൂടുതൽ ദുർബലമായ പിൻചിറകുകളെ മറയ്ക്കുന്നു. അവയുടെ കാലുകൾ താരതമ്യേന ചെറുതാണ്. കാലിന്റെ അഗ്രഭാഗത്ത് 2 നഖങ്ങളുണ്ട്. സ്പീഷീസുകളെ ആശ്രയിച്ച് അവയുടെ ചിറകിലെ പൊട്ടുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നു. ചിലതിന് പാടുകളൊന്നും ഉണ്ടാകുകയില്ല. മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്നവ എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലായി ലേഡിബഗുകൾ പൂർണ്ണമായ രൂപാന്തരീകരണത്തിന് വിധേയമാകുന്നു. പെൺ ലേഡിബഗുകൾ ഇലകളുടെ അടിഭാഗത്തായി ചെറിയ മഞ്ഞ മുട്ടകളുടെ കൂട്ടങ്ങൾ ഇടുന്നു. ഇവയുടെ പ്രധാന ഭക്ഷണം കൃഷിയെ നശിപ്പിക്കുന്ന മുഞ്ഞകൾ ആണ്. അതുകൊണ്ട് തന്നെ മുട്ടകൾ ഇടുന്നത് മുഞ്ഞ കോളനികൾക്ക് സമീപം ആയിരിക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുട്ടകൾ ലാർവകളായി വിരിയുന്നു. ഇത് ചെറിയ സ്പൈനി അലിഗേറ്ററുകളോട് സാമ്യമുള്ളതാണ്. ഈ ലാർവകൾ ഭക്ഷണപ്രിയരായ വേട്ടക്കാരാണ്. പ്യൂപ്പ ആകുന്നതിനു മുമ്പ് 100 കണക്കിന് മുഞ്ഞകളെ തിന്നുന്നു. ഏകദേശം 1-2 ആഴ്ചകൾക്ക് ശേഷം പ്യൂപ്പ ഘട്ടം അവസാനിക്കുന്നു. പ്രായപൂർത്തിയായ ലേഡിബഗ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പ്രായപൂർത്തിയായ ഈ വണ്ട് പുനരുൽപാദനത്തിനായി ഇണകളെ തേടുമ്പോൾ മുഞ്ഞയെയും മറ്റ് മൃദുവായ കീടങ്ങളെയും ഭക്ഷിക്കുന്നത് തുടരുന്നു. അനുകൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ലേഡിബഗുകൾക്ക് 1-ലധികം തലമുറകളെ ഉത്പാദിപ്പിക്കാറുണ്ട്. ഇത് കീടനിയന്ത്രണത്തിന് സഹായിക്കുന്ന മിത്രകീടത്തെ സ്ഥിരമായി ലഭ്യമാകാൻ സഹായിക്കുന്നു. ലേഡിബഗുകൾ പ്രകൃതിദത്ത കീടനിയന്ത്രണത്തിലെ പ്രധാന കണ്ണിയാണ്. മുഞ്ഞ, വെള്ളീച്ച, ചെതുമ്പൽ പ്രാണികൾ തുടങ്ങിയ ദോഷകരമായ കാർഷിക കീടങ്ങളെ നിയന്ത്രിക്കാൻ അവ സഹായിക്കുന്നതിനാൽ അവ പ്രയോജനകരമായ പ്രാണികളായി പരക്കെ കണക്കാക്കപ്പെടുന്നു. രാസകീടനാശിനികൾക്ക് പകരമായി കർഷകർ തങ്ങളുടെ വയലുകളിൽ ലേഡിബഗുകളുടെ സാന്നിധ്യം പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷികൾ, തവളകൾ, ചിലന്തികൾ എന്നിവയുടെ ഇരയാണ് ലേഡിബഗുകൾ. ഇങ്ങനെ ആവാസവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇവ സഹായിക്കുകയും ഇത് ഭക്ഷ്യശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചില സ്പീഷീസുകൾ പൂമ്പൊടിയോ ഫംഗസുകളോ കഴിക്കുന്നതിൽ വിദഗ്ധരാണ്. ഇത് പരാഗണത്തിനും ഉപയോഗശൂന്യമായ ചെടികൾ ചെയ്യുന്നതിനെ ദ്രവിക്കുന്നതിനോ സഹായിക്കുന്നു. അവയുടെ സാഹചര്യങ്ങളുമായി വേഗത്തിലുള്ള പൊരുത്തപ്പെടുത്തൽ വനങ്ങളും പുൽമേടുകളും മുതൽ നഗര ഉദ്യാനങ്ങൾ വരെ വിവിധ ആവാസ വ്യവസ്ഥകളിൽ തഴച്ചുവളരാൻ അവരെ സഹായിക്കുന്നു. പ്രയോജനകരമായ പങ്കുണ്ടായിരുന്നിട്ടും ആധുനിക ലോകത്ത് ലേഡിബഗുകൾ നിരവധി ഭീഷണികൾ അഭിമുഖീകരിക്കുന്നു. ആവാസവ്യവസ്ഥയുടെ നാശം, കാലാവസ്ഥാ വ്യതിയാനം, കീടനാശിനികളുടെ അമിത ഉപയോഗം എന്നിവ അവരുടെ എണ്ണത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ലേഡിബഗിനെ സംരക്ഷിക്കാനായി ജൈവകൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സുസ്ഥിര കൃഷിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ദോഷകരമായ കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഈ വിലയേറിയ പ്രാണികളെ സംരക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. ലേഡിബഗിന്റെ ലൈഫ് സൈക്കിൾ ഇതാ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ ഉള്ള രസകരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.